നിങ്ങൾക്ക് പറയേണ്ട ഉത്തരങ്ങൾ ഒരുപാട് ഉത്തരങ്ങളുള്ള ഒരു ചോദ്യമായിരിക്കും. ഒരു ഉത്തരം കൂടെ മനസ്സിൽ ആലോചിച്ച് വെക്കുക. കാരണം നിങ്ങൾ പറയാൻ ആഗ്രഹിച്ച ഉത്തരം മറ്റൊരാൾ ചാടിക്കയറി പറഞ്ഞെന്ന് വരാം. ആരാദ്യം പറയുന്നു അവർക്ക് ഏറ്റവും നല്ല ഉത്തരം പറയാനുള്ള അവസരങ്ങൾ ഉള്ളതുകൊണ്ട് ആദ്യം പറയേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്നത് പുരുഷോ എന്ന് പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറാണ്. എല്ലാവരും കൈകൾ കൂപ്പിപ്പിടിച്ച് ആത്മാർത്ഥമായി പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചോളൂ. ഓക്കെ, പുരുഷു നിങ്ങളെ അനുഗ്രഹിക്കുമോ എന്ന് നോക്കട്ടെ. ഇതിൽ ആർക്ക് കൊടുക്കണം നന്ദിനി? ആദ്യം ശബരീഷിൽ നിന്ന് തുടങ്ങാം. സി. ഫോർത്ത് ചാൻസ് ആണ് ശബരീഷ് കിട്ടിയിരിക്കുന്നത്. മണികണ്ഠൻ. ബി. നെൽസൺ ചേട്ടാ. എ. ആഹാ. ശ്രീജിത്ത്. ഡി. നെൽസൺ ചേട്ടാ ശ്രദ്ധിച്ച് കേൾക്കുക, ഉത്തരം കൃത്യമായിട്ട് പറയുക. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അച്ചാർ ഏതാണ്? മാങ്ങ അച്ചാർ. മാങ്ങ അച്ചാർ. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. 30% പേര് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ശ്രീജിത്ത്. നാരങ്ങ. മണികണ്ഠൻ. എൻ്റെ ഫേവറേറ്റ് അച്ചാർ നെല്ലിക്ക. ശബരീഷ്. അച്ചാറെല്ലാം വിറ്റുപോയല്ലോ. വെളുത്തുള്ളി അച്ചാർ. വെളുത്തുള്ളി. ബി ഏതാണെന്ന് നമുക്ക് വെറുതെ തുറന്നു നോക്കാം. മീൻ അച്ചാർ. അതാണ് ഒരു വലിയ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ആരാദ്യം പറയണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും പുരുഷയിലേക്ക് തന്നെ പോവാം. ശ്രീജിത്തിൽ നിന്ന് തുടങ്ങാം. ശ്രീജിത്തിന് ഏതാ വേണ്ടത്? ബി. 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 ശബരീഷ്. സി അഗൈൻ. മണികണ്ഠൻ. എ. നെൽസൺ ചേട്ടാ. ഡി. ശ്രീജിത്തെ, ഹർത്താൽ എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലെത്തുന്നത് എന്താണ്? കടയടപ്പ്. കടയടപ്പ്. അടഞ്ഞ കടകൾ. നോക്കട്ടെ. ഇത് വളരെ നാച്ചുറലായ ഒരു കാര്യമാണ്. പലചരക്ക് കട നടത്തുന്ന ചേട്ടന് ഹർത്താൽ എന്ന് പറഞ്ഞാൽ കടയടപ്പല്ലാണ്ട് എന്തോർമ്മ വരാനാ? അടുത്ത ആരാണ് നന്ദിനി? ശബരീഷ്. ശബരീഷ്, ഹർത്താൽ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? അവധി. അവധി. നോക്കട്ടെ. നെൽസൺ ചേട്ടൻ. മദ്യപാനം. അത് ഹർത്താൽ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് അല്ലേ? ഹാപ്പി. ഓക്കെ. ആഘോഷം. 14% പേര്. ഗതാഗത തടസ്സം, അതായത് മണികണ്ഠൻ. വാഹനങ്ങളില്ലാത്ത അവസ്ഥ. റോഡ് അല്ലേ? ഓക്കെ. പേര് അതും പറഞ്ഞിട്ടുണ്ട്. ഇനി എ എന്താണ് നമുക്ക് വെറുതെ ഒന്ന് തുറന്നു നോക്കാം. അക്രമം. 18% പേർക്ക് അതാണ് ഓർമ്മ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി വീണ്ടും പുരുഷു വരികയാണ്. മണികണ്ഠൻ തുടങ്ങട്ടെ. മണികണ്ഠൻ തന്നെ തുടങ്ങട്ടെ. എൻ്റെ സെക്കൻഡ് ക്യാപിറ്റൽ ലെറ്റർ എ. നെൽസൺ ചേട്ടാ. സി. ഇനി ശബരീഷ്. ഡി. ശ്രീജിത്ത്. ബി. ചേട്ടാ, ചേട്ടൻ വീട്ടിൽ ഭാര്യയെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. എന്ത് കാര്യത്തിലാണ് സഹായിക്കുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് വെച്ചാല് ഞാൻ യൂഷ്വലി കാലത്ത് പോയാൽ രാത്രിയാ വരാറ്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് സഹായിക്കാം. അപ്പൊ ഇതുപോലെ ഹർത്താൽ കിട്ടിയ ഒരു ദിവസം വീട്ടിലായി, അങ്ങനെയുള്ള ദിവസം സഹായിച്ചൂടെ? സഹായിക്കാം. എന്ത് കറിയാണ് നെൽസൺ ചേട്ടൻ ഏറ്റവും കൂടുതൽ വെച്ചു കൊടുക്കാറ് വീട്ടുകാർക്ക്? ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് കുക്കിംഗ് ഒരു പാഷനായിട്ട് എടുത്തേർക്കണം. ഇപ്പൊ ഒരു കുക്കിംഗ് ഒരു പാഷനാണ്. നെൽസൺ ചേട്ടന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പാചകം? ഞാൻ വെജിറ്റബിൾസ് കൊണ്ട് അധികം സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. വെജിറ്റബിൾ കൊണ്ട് സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഒരു സ്വീറ്റ്സിന്റെ? ഇപ്പൊ ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറയുന്നത്. ക്യാരറ്റ് ഹൽവ അതിന് ഞാൻ ലാസ്റ്റ് വീക്ക് ഇപ്പോൾ വരണേറ്റിന് മുമ്പ് ഗ്രീൻ പീസ് കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് അതിൻ്റെ മേലത്തെ സ്കിൻ എടുത്തിട്ട്
അത് മിക്സിയിലിട്ട് അടിച്ച് ജസ്റ്റ് ഒരു സ്മോൾ ഇതാക്കി അത് നെയ്യിൽ ഇട്ട് വിത്ത് മിൽക്ക് കോവ ആൻഡ് ഷുഗർ ഡൈനമൽ കാഷ്നട്ട്സ് ആൻഡ് റേസിൻസ്. ഗ്രീൻ പീസ് ഹലുവ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ തരുകയാണ്. പക്ഷേ ചേട്ടാ, ഈ ഗ്രീൻ പീസിന്റെ മുഴുവൻ തൊലി കളയുക എന്ന് പറയുന്നത് കളിച്ച കളിയാണോ? അല്ല, അതിൻ്റെ മേലത്തെ ഇതെടുത്തിട്ട് എടുക്കാം. നമ്മൾ പക്ഷേ ഓരോ ഗ്രീൻ പീസ് ആയിട്ട് എടുത്തിട്ട് വേണ്ടേ കളയാൻ? അതെ, കുറച്ചു നേരം വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലത്തെ സ്കിന്ന് വരും. നമ്മുടെ ചോദ്യം ഇതാണ്, ഇതില്ലെങ്കിൽ പാചകത്തിന്റെ കാര്യം തീരുമാനമാവും. എന്ത്? ഗ്യാസ് ഇല്ലെങ്കിൽ. ഗ്യാസ്. നോക്കട്ടെ. ആ, അത് വിലക്കി. ഇനി ആരാണ് നന്ദിനി? ശബരീഷ്. ശബരീഷേ, ഇതില്ലെങ്കിൽ പാചകത്തിന്റെ കാര്യം തീരുമാനമാവും. എന്താണത്? ഉപ്പ്. ഉപ്പ് പലചരക്ക് പച്ചക്കറിക്കകത്ത് വരുന്ന സാധനമാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊരു രക്ഷപ്പെടലാണ്. കാരണം ഇതില്ലെങ്കിൽ പാചകത്തിന്റെ കാര്യം തീരുമാനമാകും എന്ന് ഞാൻ പറഞ്ഞു. ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലാണ്ട് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാചകം മുഴുവനായിട്ട് ബന്ധായി പോയൊന്നുമില്ല. ഉപ്പിത്തിരി കുറയുന്ന മാത്രം. ഉപ്പ് കുറഞ്ഞാൽ നമുക്കത് വേണമെങ്കിലൊക്കെ കഴിക്കാം. പക്ഷേ പലചരക്ക് പച്ചക്കറി എന്ന വിഭാഗത്തിനകത്ത് പെട്ടതുകൊണ്ട് മാത്രം വളരെ ഭാഗ്യത്തോടു കൂടി ശബരീഷ് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. സൂക്ഷിച്ച് ശ്രദ്ധിച്ചും കളിക്കുക. മണിയണ്ട വാട്ടർ, വെള്ളം. വെള്ളം ഉണ്ടോ നോക്കട്ടെ അതിനകത്ത്. കളിച്ച കളിയല്ല കേട്ടാ. ഇനി ശ്രീത്തല്ലേ ഉള്ളൂ. ശ്രീത്തെ. തീ. ഇതില്ലെങ്കിൽ പാചകത്തിന്റെ കാര്യം തീരുമാനമാകും. തീ ഇല്ലെങ്കിൽ ഇല്ലാതെ കത്തിക്കാൻ പറ്റില്ലല്ലേ? തീ ഇല്ലാതെ പാചകം ചെയ്യാൻ പറ്റില്ല. ഗ്യാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് നിങ്ങള്. ഗ്യാസ് പിന്നെ എന്തിന്റെ സാധനമാണ്? ഗ്യാസ് ചുമ്മാ കത്തലല്ല. ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? അത് കത്തിക്കാൻ എന്തെങ്കിലും സോഴ്സ് വേണ്ടേ? തീപ്പെട്ടി. അതാണ് നിങ്ങൾ. ഇതിൽ തീപ്പെട്ടി ഇല്ലെങ്കിൽ പാചകം നടക്കൂല അല്ലേ? ഓക്കെ, പറഞ്ഞു നോക്കാം. നമ്മുടെ സർവേയിൽ ആരും അത് പറഞ്ഞില്ല. 3 ചോദ്യങ്ങൾ അവസാനിച്ചപ്പോൾ ഈ റൗണ്ടിൽ ആരകത്തായി, ഏതൊരാളാണ് പുറത്തു പോകുന്നത് എന്ന് നോക്കാം. ബാലൻസ് വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം ആരാണെന്ന്. ബാലൻസ് ഒന്ന് തുറന്നു നോക്കാം. ബി, പാത്രങ്ങൾ ആവശ്യമാണ് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ കത്തി, അതും ഒരു പരിധിവരെ ആവശ്യമുള്ള സാധനമാണ്. 6% വരെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിൽ ആരെല്ലാമാണ് അകത്താകുന്നത്, ഏതൊരാളാണ് പുറത്താകുന്നത് എന്ന് പുരുഷ് പറഞ്ഞത്. നോക്കാം നിങ്ങളിൽ ആരൊക്കെ അകത്തായി, ആര് പുറത്തായി എന്ന് പുരുഷ് പറയും. ശബരീഷ് 60 മാർക്ക്, നെൽസൺ 64 മാർക്ക്, മണികണ്ഠൻ ബി 70 മാർക്ക്, ശ്രീജിത്ത് VS 47 മാർക്ക്. ശ്രീജിത്ത് വരൂ. ശ്രീജിത്തിനെ ചതിച്ചത് എനിക്ക് തോന്നുന്നു തീ എന്ന ഉത്തരം. തീ പൊള്ളിപ്പോയി. കാരണം പാചകം തീയില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ നടത്തിയ സർവേയിൽ ഒരുപാട് പേര് അതല്ല എന്ന് പറഞ്ഞു. ശ്രീജിത്തിന് ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവിധ ആശംസകളും. ഇനി ഹർത്താൽ ദിവസം കട തുറക്കുമോ? അവര് നടക്കും കേട്ടോ. നന്ദിനി, സമ്മാനം കൊടുക്കൂ.